ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഈ യൂട്യൂബിൽ വന്നവരൊക്കെ സന്തോഷമുള്ളവരാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന സ്ത്രീകൾ അത്രയ്ക്ക് മോശക്കാരാണ്. അതുപോലെ തന്നെ യൂട്യൂബ് പണം അത്ര വലിയൊരു നല്ലതല്ല, ചിലരൊക്കെ പറയും ഹറാമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും മുഴുവനായും കാണണം. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ജോലിയാണ്. നമ്മളെ സാഹചര്യം കൊണ്ടായിരിക്കും ചിലർ യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ടാകുക. അതല്ലെങ്കിൽ നമുക്കിപ്പം ചിലർ പറയും ടൈം പാസ്സാണ്, ഫാഷനാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിലുപരി മിക്കവരും ക്യാഷിൻ്റെ ആവശ്യത്തിന് തന്നെയായിരിക്കും യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനൊരു അന്തസ്സുണ്ട് അല്ലേ? ഏതൊരു ജോലിയിലും നമുക്കൊരു അന്തസ്സുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ അത്രയ്ക്കും ബുദ്ധിമുട്ടായി ഒരാളെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസരം വരുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും അറിയാവുന്ന ജോലിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് നല്ലതായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഈ യൂട്യൂബിൽ പല രീതിയിലും വീഡിയോ ചെയ്യുന്നവരുണ്ട് കേട്ടോ. റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്നവരുണ്ട്. ഒരാൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും അത് അവരെ കുറിച്ചിട്ട് അതൊക്കെ ഭയങ്കര മോശമാണ്. അതെല്ലാം റിയാക്റ്റ് വീഡിയോ ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ടാകും കേട്ടോ. ആ സമയത്ത് അത് ചെയ്തിരിക്കും വേണം. അതിനായിട്ട് കുറേ ആളുകളുണ്ട്. അത് അവരുടെ ഒരു ജോലിയാണ്. അപ്പം അത് അവർ അതിനനുസരിച്ച് കൊണ്ടുപോകുന്നു. അല്ലാതെ എല്ലാ ക്രിയേറ്റേഴ്സും ഇങ്ങനെ റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുക എന്നുള്ളത് ശരിയല്ല. ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ കണ്ടൻ്റ് എടുത്തിട്ട് അവർ ചെയ്യുന്നു, എന്നിട്ട് അതിന് ബാഡ് ക്യാപ്ഷൻ വെക്കുന്നു എന്നൊക്കെ. അതൊക്കെ ഭയങ്കര മോശമാണ്. അപ്പം അങ്ങനെ പല രീതിയിലും നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പം എല്ലാവരെയും ആ ഗണത്തിൽ പെടുത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പം എല്ലാവരും മോശക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ ഏതൊരു ക്രിയേറ്ററും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ഗതി കിട്ടിയിട്ടാണ് ഒരു വർക്കിനിറങ്ങുക അല്ലേ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പിന്നെ ചിലർ നല്ല പഠിച്ചിട്ട് അതിൻ്റേതായ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പോകും. ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതിനതിൻ്റേതായ ഒരു അന്തസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ ഗതി കിടുന്ന സമയത്ത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മളെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവരായാലും അവരൊരുപാട് പ്രയാസപ്പെട്ടിട്ടായിരിക്കും ചെയ്യപ്പോൾ ഒരുപാട് കടബാധ്യതകൾ അല്ലെങ്കിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും കൂടി ഒന്ന് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് അവർക്കും നമുക്കും ഒരു ആശ്വാസമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ഞാനും കടന്നു പോയിട്ടുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നത് ഒരാളടുത്തേക്ക് നമ്മളിങ്ങനെ ചെല്ലുന്നതിനേക്കാളും നല്ലത് നമ്മളെക്കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒരു കുറവും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളോടിപ്പോൾ ആരും ഏത് മതത്തിലായാലും ജോലി ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ പുറത്തിറങ്ങരുത്, ജോലി ചെയ്യരുത് എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ചെയ്യുന്ന ജോലി നല്ലതായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എന്തിനാ അപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ളത്, വേറെ വല്ല ജോലിയും ചെയ്തുകൂടെ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ വല്ല ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോകണ്ടേ, നമ്മൾ ആളുകളെ കാണണ്ടേ, ആളുകളോട് സംസാരിക്കണ്ടേ. ഇതൊക്കെ നമ്മൾ ഏത് വർക്കിന് പോകുകയാണെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിൽ എന്താ തെറ്റ്? പുറത്തിറങ്ങി പോകുന്നു, അവരുടേതായ ജോലി ചെയ്യുന്നു, അതുപോലെ വീട്ടിലിരുന്നിട്ട് അവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യുന്നു. പിന്നെ സോഷ്യൽ മീഡിയ ആണ്, പലതുണ്ടാകും. അത് വെച്ചിട്ട് നമ്മൾ പോകുന്നവരെ പോകുള്ളൂ. എല്ലാവരും ആ ഗണത്തിലല്ല പെടാറ്. പിന്നെ ഓരോരുത്തർ അതിന് വേണ്ടിയിട്ട് നടക്കുന്നവരുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ബുദ്ധിമുട്ടായിട്ടാണ് ഒരുവിധം സ്ത്രീകളൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പം അതിനനുസരിച്ച് ആളുകൾ അംഗീകരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ ചൂഷണം ചെയ്യല്ല വേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഭയങ്കര ഹാപ്പിയാണല്ലോ. നമ്മളെ ജീവിതം എല്ലാവരെ പോലെ തന്നെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെയുള്ള ജീവിതം തന്നെയാണ് ഏതൊരു ക്രിയേറ്ററായാലും എന്ത് ജോലി ചെയ്യുന്നവരായാലും ഉള്ളത്. പിന്നെ ആളുകളുടെ മുന്നിലേക്ക് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ സംസാരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും കൂടിയും അതിനോട്
പൊരുത്തപ്പെടണം. കാരണം നമുക്ക് എന്തെങ്കിലും ടെൻഷനുള്ള സമയത്ത് ഇതിൻ്റെ ഒന്നും സംസാരിക്കാൻ പോലും കഴിയില്ല. നമുക്കും ടെൻഷനുള്ള ആളുകൾ തന്നെയല്ലേ. പക്ഷെ നമ്മളെ കാണുന്നവരെന്താ വിചാരിക്കുക, ഓക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഓക്ക് ഭയങ്കര സന്തോഷമാണ്, അങ്ങനെ ആയിരിക്കും ആൾക്കാരുടെ ധാരണ. പക്ഷേ നമുക്കും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാ വിഷമങ്ങളും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് കേട്ടോ. അപ്പം ഏതൊരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടാലും വേറെ രീതിയിലൊന്നും ആരും കാണരുത്. അവരും മനുഷ്യരാണ്, അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണിതെല്ലാം. പക്ഷേ തെറ്റ് ചെയ്യുന്നത് അത് ഏത് മേഖലയിലും ഉണ്ടാകും. അത് നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ ആക്കണ്ട. പിന്നെ യൂട്യൂബ് പണം ഹറാമാണ് എന്നൊരുപാട് പേര് പറയുന്നുണ്ട്. അത് വെറുതെ പറയാം. അത് തെറ്റ് ചെയ്ത് കിട്ടുന്ന പണമൊക്കെ ഹറാമായിരിക്കും. പക്ഷേ യൂട്യൂബിൽ നമ്മൾ നന്നായി ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണമാണത്. പുറത്ത് ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ട് കിട്ടുന്ന പണമാണിത്. അപ്പം അത് നമുക്കൊരിക്കലും ഹറാമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്കതിൻ്റെ സാലറി കിട്ടും അല്ലേ. അതുപോലെ തന്നെ പിന്നെ പല രീതിയിലും ആളുകൾ ഇതിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടേത് നമുക്കറിയില്ല. പിന്നെ നമ്മൾ സ്ത്രീകളായാലും നമ്മളെ വോയിസ് ആയാലും നമ്മളെ കാണുന്നതായാലും ഒക്കെ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും കാണും, നമ്മളെ സൗണ്ട് കേൾക്കും. ഇതൊക്കെ ഇന്നിപ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. പിന്നെ ജോലി ചെയ്യണ്ട എന്നാരും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളെ മതത്തിലായാലും ജോലിക്ക് പോകണ്ട എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് ജോലി ചെയ്യാൻ നമ്മളെ മാതൃകയാക്കി തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തിനു നമ്മൾ പേടിക്കണേ. പിന്നെ നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാവണമെന്ന് മാത്രം. പിന്നെ നമ്മൾ പലിശ വാങ്ങുന്നില്ലേ, ഈ പലിശ ഹറാമാണെന്ന് എല്ലാ മുസ്ലിമിനും അറിയാൻ പറ്റും. അതറിഞ്ഞോണ്ട് നമ്മളൊക്കെ വാങ്ങാറുണ്ട്. ഞാനും വാങ്ങാറുണ്ട്. ഈ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സാഹചര്യം കൊണ്ടാണ്. അപ്പം നമ്മുടെ സാഹചര്യം ആ വിധത്തിലാകുമ്പോൾ നമ്മൾ ഏത് ജോലിയും നമ്മൾ ചെയ്യും. അപ്പം നമുക്ക് തോന്നലെന്താ, നമ്മളെ ജോലിയാണ് നമുക്ക് അന്തസ്സ്. മറ്റുള്ളവരോട് കൈനീട്ടുന്നതിനേക്കാളും നല്ലത് നമുക്കറിയാവുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചെയ്യുന്നത് നല്ല രീതിയിലാവണം എന്ന് മാത്രം. ഇപ്പം ആടുന്നു പാടുന്നു നമുക്ക് പറ്റാത്തത് നമ്മൾ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരാൻ മടിക്കുന്നുണ്ട്. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിലും ക്ഷമിക്കാൻ തയ്യാറാണെങ്കിലും ഇങ്ങനെയുള്ളത് എന്തെങ്കിലും നമുക്ക് കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ.